പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളർത്തുപിതാവിൻ്റെ പിന്നാലെ എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ ഈശോയെ ധ്യാനിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിനെ സഭ പ്രതിഷ്ഠിക്കുന്നു തിരുസഭയുടെ കാവൽക്കാരനായിട്ട്. സഭ എന്താണ്? സഭ പഠിപ്പിക്കുന്നു, സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനം, 1 ലേഖനം 12 അധ്യായത്തിൻ്റെ 27 വചനം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് എന്ന് വചനം പഠിപ്പിക്കുക. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. പൗലോസ്ലീഹ എഫേസസുകാർക്ക് എഴുതുമ്പോൾ 5 അധ്യായം 30 വചനം, എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇപ്പം സഭ എന്ന് പറയുമ്പോൾ അത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡി, മൗതിക ശരീരമാണ് സഭ. അപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് എന്തായിരുന്നു ചെയ്തത്? യേശുവിനെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയുടെ സംരക്ഷകനായി വിശുദ്ധ ഔസേപ്പിതാവിനെ വണങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എന്താണ് സഭ എന്ന് വെച്ചാൽ, ചർച്ച് ബിക്കംസ് ചർച്ച് when it celebrates the sacraments. സഭയാകുന്നത് സഭ കൂദാശകൾ പരിക്രമം ചെയ്യുമ്പോഴാണ്. ചർച്ച് ബിക്കംസ് ചർച്ച് when it celebrates the sacrament. സഭയാകുന്നത് കൂദാശകൾ പരിക്രമം ചെയ്യുമ്പോഴാണ്. അപ്പം നമുക്ക് യേശുവിനെ ലഭിക്കുന്നതും സഭയിലൂടെയാണ്. അതുവഴി നമ്മൾ യേശുവിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നമ്മൾ ഒരു ബലിപീഠത്തിൽ നിന്ന് ശരീരവും രക്തവും ഭക്ഷിക്കുന്നു. എന്ത്? യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ രക്തം നമ്മൾ ഭക്ഷിക്കുന്നത് വഴി നമ്മൾ യേശുവിൻ്റേതായിട്ട്, നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നു. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മൾ സഭയെ മനസ്സിലാക്കുമ്പോഴും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. എവിടെയെല്ലാം പ്രിയപ്പെട്ടവർ യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ ബലിപീഠത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ടോ അവിടെയെല്ലാം സഭയുണ്ട്. നമുക്ക് സഭയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയിലും നമ്മുടെ തലയിലും വരുന്നത് എന്താണ്? നമ്മുടെ ചിന്തയിലും തലയിലും വരുന്ന ഒരു ചിന്ത ഇതാണ്: സഭ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. സഭ ഇൻസ്റ്റിറ്റ്യൂഷനല്ല. ഒരു വൈദികൻ, അവിടെ 2 പേര് കുർബാന കാണുന്നു. ഒരു വൈദികൻ ഏതെങ്കിലും ഒരു മിഷൻ ഏരിയയിൽ, ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ, ആ മരച്ചുവട്ടിൻ്റെ കീഴിൽ നിന്നുകൊണ്ട്, ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഒരു വൈദികൻ 2-3 പേരെയും ചേർത്ത് ഒരു കുർബാന അർപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക: അവിടെ ക്രിസ്തുവിൻ്റെ ശരീരമുണ്ട്, അവിടെ സഭയുണ്ട്. സഭ എന്ന് പറയുന്നത് ഒരു സ്ഥാപനമല്ല, ഒരു പ്രസ്ഥാനമല്ല. അറിയാതെയെങ്കിലും നമ്മുടെ തലയിൽ വരുന്നൊരു ചിന്ത സഭ എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ചിന്തയാണ്. സഭ അതല്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതിനാൽ വിശുദ്ധ ഔസേപ്പിതാവിനെ വണങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും സഭയുടെ കാവൽക്കാരൻ എന്ന നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് സഭയ്ക്ക് കാവലാവുക. നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മളെ കൊണ്ട്
നമ്മളോർത്ത് കൊച്ചു ത്രേസ്യ എന്താ ചെയ്തത്? കൊച്ചു ത്രേസ്യ ഒരു മഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ ജീവിച്ചു. പക്ഷെ കൊച്ചു ത്രേസ്യയായ ലോകം മുഴുവനും വിളിക്കുന്നത് സകല പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥ എന്ന. കൊച്ചു ത്രേസ്യ തൻ്റെ ചെറിയൊരു മുറിയിൽ അവൾ സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവനുമുള്ള ക്രിസ്തുവിൻ്റെ അവയവത്തിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ സഭയുടെ മുഴുവനും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി. ഒരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല, ഒരു മഠത്തിൽ മദറായിട്ടില്ല. പക്ഷേ അൽഫോൻസാമ്മ ഒരു രോഗക്കിടക്കയിൽ അവളുടെ സഹനം സഭയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അവൾ സഭയുടെ ഏറ്റവും വലിയ വിശുദ്ധയായിട്ട് മാറി. കല്യാണം കഴിഞ്ഞ ഒരമ്മ തൻ്റെ മകൻ്റെ വഴിവിട്ട ജീവിതം ആ അമ്മയെ വല്ലാതെ ദുഃഖിപ്പിച്ചു. നീണ്ട വർഷങ്ങൾ മോണിക്ക എന്ന അമ്മ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വളർന്നത് സഭയല്ലേ. തോമസ് അക്വിനാസ് തൻ്റെ പഠനം വഴി സഭയെ വിശുദ്ധീകരിച്ചു. അപ്പം നമ്മൾ ഓർക്കുക, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. ഞാൻ ഒരു പുരോഹിതൻ്റെ റോളിലാണ്, ഞാനൊരു പുരോഹിതനാണ്. ഒരു പക്ഷേ ഇപ്പോൾ എന്നെ ശ്രമിക്കുന്നത് ഒരു അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു വീട്ടമ്മയായിരിക്കാം. പക്ഷേ ഈ വീട്ടമ്മയ്ക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്, യേശുവിൻ്റെ സഭയെ സംരക്ഷിക്കുക എന്നത്. സഭയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കാണും, ഇസ്രായേൽ ജനം അമലോക്യമായിട്ട് യുദ്ധം ചെയ്യുന്നു. അവിടെ മോശ എന്താ ചെയ്തത്? മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചു. വചനം ഇപ്രകാരം പറയുന്നു: മോശയുടെ കൈകൾ ഉയർന്നു നിന്നപ്പോഴെല്ലാം വിജയം ഇസ്രായേൽ ജനത്തിനായിരുന്നു. പ്രിയപ്പെട്ടവരെ, മോശ കൈ ഉയർത്തിയതുകൊണ്ടല്ല, പക്ഷെ കൈ ഉയർത്തുവാൻ ആരെങ്കിലും വേണം. ദൈവം കാണണം. അടുക്കളയിൽ നിന്ന് ദൈവം കാണണം. രോഗക്കിടക്കയിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി കൈ ഉയർത്തുന്നവരെ ദൈവം അന്വേഷിക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന്, രോഗക്കിടക്കയിൽ നിന്ന് കൈ ഉയർത്തുന്നവരെ ദൈവം അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ആത്മീയ പിതാക്കന്മാർ സന്ദേശം നൽകുന്നുണ്ട്. ഈ കാലഘട്ടം 2024 സഭയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം സഭ വേദനിക്കുന്നുവോ അവിടെയെല്ലാം നമ്മൾ പ്രാർത്ഥന ഉയർത്തണം. അവിടെയെല്ലാം നമ്മളുടെ പ്രാർത്ഥന ഉണ്ടാകണം. എൻ്റെ കുടുംബം, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ രോഗം, ഇത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാതെ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇന്ന് പിശാച് തകർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. പിശാച് തകർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ഒന്നാണ് എന്നതാണ്. ആദ്യം നമുക്ക് വേണ്ടത്, എവിടെ ഈ ഒരുമ നഷ്ടപ്പെടുന്നുവോ അവിടെയാണ് പ്രിയപ്പെട്ടവരെ പിശാച് കയറുന്നത്. എവിടെ വിള്ളലുണ്ടാകുന്നുവോ അവിടെയാണ് തിന്മ കയറുന്നത്. ഇന്ന് വിള്ളലുണ്ടാകുന്നു. ജോസഫ് തിരുസഭയുടെ കാവൽക്കാരനാണെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജോസഫ് സഭയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സഭയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി കാവൽക്കാരനായിക്കൊണ്ട്. അവിടെ വിള്ളലുകളില്ല. നമ്മൾ ഓർക്കുക, ഇന്ന് വിള്ളലുകൾ ഉണ്ടാകുന്നു. എന്തിൻ്റെ പേരിലാണ്? നമുക്ക് പല തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാണ്. യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭ ഏകമാണ് എന്ന് കൃത്യമായിട്ട് ഏകസഭയിൽ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ ഏറ്റുപറയാറുണ്ട്. നമ്മളിത് മനസ്സിലാക്കണം. ഏകമാണ് സഭ. ബാക്കിയെല്ലാം നമുക്കുണ്ട്, വ്യത്യസ്തങ്ങളുണ്ട്, വ്യത്യസ്തമായ ആരാധനക്രമമുണ്ട്, വ്യത്യസ്തമായ റൈറ്റുകളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ റൈറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആരാധനക്രമത്തിൻ്റെ പേരിൽ നമ്മൾ ഈ സപ്പറേഷൻ വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ഭൗതിക ശരീരത്തെ ഒന്നാക്കുന്ന ശക്തിയാണ്. ഇന്ന് എന്തിൻ്റെയെങ്കിലും പേരിൽ എല്ലാം നന്മയാണ്, എല്ലാത്തിലും നന്മയുണ്ട്. പക്ഷേ നമ്മൾ ആരാധനക്രമത്തിൻ്റെ പേരിൽ, റൈറ്റിൻ്റെ പേരിൽ നമ്മൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് കാണിക്കാൻ ആരൊക്കെ എവിടെയെല്ലാം ശ്രമിക്കുന്നുണ്ടോ അതെല്ലാം, പ്രിയപ്പെട്ടവരെ, അപകടമുണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഒന്നാണ് എന്ന് കാണിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒന്നാണ്, യേശുവിൽ ഒന്നാണ് എന്ന് കാണിക്കുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു?
ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സ്ഥലത്ത് സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തോരം പ്രാർത്ഥന ഉയർത്തുന്നു. ഏത് സ്ഥലവുമാകട്ടെ, ഏത് സ്ഥലത്ത് നമ്മൾ ഒരാൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് എൻ്റെ കൂടപ്പിറപ്പാണ്, അത് യേശുവിൻ്റെ ബലിയിൽ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഒരു സഭയാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. ആ ചിന്തയോടെ വേദനയോടെ നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് സഭയുടെ കാവൽക്കാരനാകണമെന്ന് നമ്മളോട് പറയുന്നത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് വരുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്. പലപ്പോഴും നമുക്കെന്തേ ഒന്നിച്ച് ചിന്തിക്കാൻ, ഒന്നിച്ച് നടക്കാൻ പറ്റാത്തത്? നമുക്കെന്തുകൊണ്ട് നമ്മൾ ഒന്നാണ്, അല്ലേ? ഒരു ബലിവീതിയിൽ നിന്ന് ഒരേ അപ്പവും ഒരേ രക്തവും ഭക്ഷിക്കുന്ന നമ്മൾ ഒന്നാണ് എന്നൊരു ചിന്ത എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നു? നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് വ്യതിരക്തത കാണിക്കാനാണ്, വ്യത്യസ്തപ്പെടാനായിട്ട് കാണിക്കാനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് വ്യത്യസ്തരാണ്. ആരിൽ നിന്നാണ് നമ്മൾ വ്യത്യാസം കാണിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്നോ, നമ്മൾ ആ കൂട്ടായ്മയിൽ നിന്നോ? പ്രിയപ്പെട്ടവരതല്ല. ശരിയാണ്, റൈറ്റുകൾ, ആരാധനക്രമങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ ഒന്നാണ് ക്രിസ്തുവിൽ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അത് ആഫ്രിക്കയിലുള്ളവനും, അത് നോർത്ത് ഇന്ത്യയിലുള്ളവനും, അത് കേരളത്തിലുള്ളവനും, അത് അമേരിക്കയിലുള്ളവനും മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ് എന്നതാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് എന്നതാണ്. ആ തിരിച്ചറിവിലേക്കാണ് വളരേണ്ടത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അപകടം, ചിലപ്പോഴൊക്കെ നമുക്ക് വേദന തോന്നാറുണ്ട്, അല്ലേ? ചിലപ്പോഴൊക്കെ നമുക്ക് വേദന തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു മലയോര മേഖലയിൽ ഒരുപാട് പേര് വേദനിക്കുന്ന ഒരു മേഖലയാണ് വന്യജീവികളുടെ പ്രശ്നം. സുരക്ഷിതമല്ലാതാകുന്നു മലയോര മേഖലയിലെ സഭയുടെ ജീവിതം. ഞാൻ സഭയെന്നുദ്ദേശിക്കുന്നത് കുടുംബത്തെയാണ്. ഞാൻ സഭയെന്നുദ്ദേശിക്കുന്നത് ഒരു സാധാരണ വിശ്വാസിയെയാണ്. ഞാൻ സഭയെന്നുദ്ദേശിക്കുന്നത് രൂപതയെയോ പ്രസ്ഥാനങ്ങളെയോ അല്ല. ഞാൻ സഭയെന്നുദ്ദേശിക്കുന്നത് യേശു വിശ്വസിക്കുന്ന ഒരു സാധാരണ കുടുംബത്തെയും വ്യക്തിയെയുമാണ്. ഇന്ന് മലയോര മേഖലകളിൽ അവർ അസ്വസ്ഥ അനുഭവിക്കുക. നമ്മളൊരു കാര്യം ഓർക്കുക, അതോടൊപ്പം തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഒരസ്വസ്ഥത കണ്ടു. വല്ലാതെ വിങ്ങിപ്പൊട്ടി വിഴിഞ്ഞം എന്ന് പറയുന്നൊരു സ്ഥലത്തെ ഒരു ജനത കണ്ണീരോടെ നിന്നത് നമ്മൾ കണ്ടു. ഓഹി ദുരന്തത്തിൽ ഒരു സഭയും ഒരു കൂട്ടായ്മയും കണ്ണീരോടെ നിന്നത് നമ്മൾ കണ്ടു. മൂലമ്പള്ളിയിൽ ഒരു ജനത കണ്ണീരൊഴുക്കിയതും തെരുവിലിറങ്ങിയതും. അവിടെയെല്ലാം ഒരു സഭയുണ്ടായിരുന്നു, പക്ഷെ അവിടെയൊന്നും ഒരു കൂട്ടായ്മയില്ലായിരുന്നു. ഇവിടെയെല്ലാം ഒരു സഭ വേദനിക്കുന്നുണ്ട്, പക്ഷെ അവിടെയെല്ലാം കൂട്ടായ്മകൾ ഒരുമിച്ച് വരുന്നില്ല. വിഴിഞ്ഞത്ത് ഒരു ഇഷ്യൂ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഓഹി കടൽപ്പുറത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, മൂലമ്പള്ളിയിൽ ഒരു ജനത ജീവിതവും കയ്യിൽ പിടിച്ചുകൊണ്ട് സമരമുഖത്ത് നിൽക്കുമ്പോൾ, അതെൻ്റെ ഭാഗമല്ല എന്ന് ചിന്തിച്ചാൽ അത് അപകടമാണ്. ഇവിടെയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത്. തിന്മ മുതലെടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത് സഭയുടെ പരാജയമാകുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത് സഭ തകരാൻ കാരണമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിഷേധിക്കുക എന്നതോ നമ്മൾ എതിർക്കുക എന്നതോ മാത്രമല്ല. ഞാൻ ഒരു ബലി അർപ്പിക്കുമ്പോൾ അവിടെ വേദനിക്കുന്നവരുടെ പ്രശ്നം എൻ്റെ ബലിയിൽ നിയോഗമാകുന്നുണ്ടോ? ഞാൻ രാത്രി കുടുംബത്തോടൊപ്പം ഒരു കൊന്ത ചെല്ലുമ്പോൾ, ഞാൻ എറണാകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ ഇരുന്നൊരു കൊന്ത ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വയനാട്ടിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നവരുടെ നൊമ്പരം എൻ്റെ ജപമാലയുടെ വിഷയമാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഈ സഭയുടെ കാവൽക്കാരനല്ല. വിഴിഞ്ഞത്ത് ഒരു ജനം ജീവിതവും കയ്യിൽ പിടിച്ച് സമരമുഖത്ത് നിൽക്കുമ്പോൾ, ഇങ്ങ് തലശ്ശേരിയിലും താമരശ്ശേരിയിലും ഇരിക്കുന്നവർ കൊന്ത ചൊല്ലി ബലിയർപ്പിക്കുമ്പോൾ അവർക്കത് വേദനയുടെ വിഷയമാകുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കുക, ഞാൻ കാവൽക്കാരനാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമുക്കറിയാം, ജോസഫ് യേശുവിനെ മറിയത്തെ സംരക്ഷിച്ചു.
അല്ലെങ്കിൽ ജോസഫിനെ അങ്ങനെ നിർത്തി. നമുക്കറിയാം, പുൽക്കൂടൊക്കെ കെട്ടുമ്പോൾ ഔസേപ്പിതാവ് ആ പുൽക്കൂടിൻ്റെ വാതിൽക്കൽ കാണും. കുറച്ച് പുറകോട്ടിറങ്ങി ഉണ്ണീശോയും മാതാവും കുറച്ച് മുമ്പിലേക്ക് കയറി. പ്രിയപ്പെട്ടവരെ, കാവലാവുകയാണ് സഭയ്ക്ക്. സഭ അവിടെ യേശുവാണ്. യേശുവിന് കാവലാവുകയാണ്. യേശുവിനെ തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? സഭ ഒരു തീർത്ഥാടകയാണ്, അല്ലേ? സഭ തീർത്ഥാടകയാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ സഭയാകുന്ന വഞ്ചിയിൽ തീർത്ഥാടനം ചെയ്യുകയാണ്. യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗരാജ്യം ലക്ഷ്യമാക്കി. ഒരു കാര്യം ഓർക്കുക, നമ്മളെല്ലാവരും അവിടെ ചെന്നിട്ട് ഇനി ഞങ്ങൾക്കൊരു സ്വർഗരാജ്യം, അവർക്ക് വേറെ സ്വർഗരാജ്യം, ഇനി അങ്ങനെയും കൂടി ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും തീർത്ഥാടക സമൂഹം. നമ്മൾ ഒരേ ജനതയാണ്. യേശുവാകുന്ന ശിരസ്, നമ്മളെല്ലാവരും അവയവമാണ്. അപ്പോൾ ഒരു അവയവം വേദനിക്കുമ്പോൾ അതെൻ്റെ ശരീരത്തിൻ്റെ വേദനയായിട്ട് മാറണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുറിവ് വരുന്നു, എൻ്റേതല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല. എൻ്റെ കാൽ വരുന്ന ഒരു മുറിവായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ മരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ എവിടെ ഒരു വിള്ളലുണ്ടാകുന്നുവോ നമ്മൾ ഒന്ന് പ്രാർത്ഥനയുടെ കരമുയർത്തുക. അപ്പോൾ എങ്ങനെ നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം? നമ്മൾ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ വേദനയായിട്ടെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥനയിൽ ആ വേദനിക്കുന്ന ഇടങ്ങളെ, വേദനിക്കുന്ന മക്കളെ നമ്മൾ സമർപ്പിക്കുക. അവിടെ ഒരു സഭയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവ് യേശുവിലൂടെ പിതാവ് ഒരുക്കിയ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നു. നമ്മൾ ഓർക്കുക, ഇന്ന് ഈ ഔസേപ്പിതാവിൻ്റെ റോളിൽ നിൽക്കേണ്ട ഒരുപാട് പേരുണ്ട്. വൈദികർ, സമർപ്പിതർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവജനത്തെ വളർത്തുന്ന ഒരു പുരോഹിതനാണോ? ഞാൻ ദൈവജനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പുരോഹിതനാണോ? സമർപ്പിതയാണോ? പ്രിയപ്പെട്ടവരെ, ഇന്നൊരുപാട് വൈദികർ, സമർപ്പിതർ ദൈവജനത്തിൽ നിന്ന് അകലുന്നു. ഇന്ന് ഒരുപാട് പേരുടെ പരാതിയാണ്, അല്ലേ? സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരുപാട് പേരുടെ പരാതിയാണ്. ദൈവവിളിയില്ല, എല്ലാവരുടെയും പരാതിയാണ്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനേ ദൈവവിളി വർദ്ധിപ്പിക്കേണ്ട കാര്യം, ദൈവത്തിന് വിളിക്കേണ്ട കാര്യമുള്ളൂ. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടിയാണോ നിലനിൽക്കുന്നത്? ഇന്ന് ദൈവരാജ്യം എൻ്റെ മനസ്സിലുണ്ടോ? ജോസഫ് ദൈവരാജ്യത്തിന് വേണ്ടി നിന്നു. ഞാൻ ഒരു ദൈവ മക്കളെ വളർത്തുന്ന ഒരു വ്യക്തിയാണോ? ഒരുപക്ഷെ ഞാനൊരു പുരോഹിതനാണ്, ഒരുപക്ഷെ ഞാനൊരു സിസ്റ്ററാണ്, ഒരുപക്ഷെ ഞാനൊരു മെത്രാനാണ്, ഒരുപക്ഷെ ഞാനൊരു ഇടവക വികാരിയാണ്. ചിന്തിക്കേണ്ടത്, ഞാൻ ഈ റോളിലാണോ? ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൈവജനത്തെ വളർത്തുന്ന, ആ ദൈവജനത്തെ സംരക്ഷിക്കുന്ന, ആ ദൈവജനത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു റോളിലാണോ? പ്രിയപ്പെട്ടവരെ, വേദനയോടെ പറയട്ടെ, ആ റോളിൽ നിന്ന് നമ്മൾ കുറേ അധികം പിന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആടുകളുടെ ഗന്ധമുള്ളവരാകണം ഇടയന്മാരൊക്കെ ഒന്ന് മാർപ്പാപ്പ പറയുമ്പോൾ നമുക്കത് പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഈ കൂടെ നടക്കൽ ഈ നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് രോഗിയായിട്ട് ഒരു കുടുംബം കഷ്ടപ്പെടുമ്പോൾ ഇന്ന് ആ ഒരു കുടുംബത്തിൽ ചെന്ന് 2 ആശ്വാസവാക്ക് പറയാൻ, അവരുടെ രോഗക്കിടക്കയിൽ അവരുടെ അടുത്തിരിക്കാൻ ഒരു സമർപ്പിത ഇല്ല എന്നത് ഇന്ന് ഒരുപാട് കുടുംബങ്ങളുടെ വേദനയാണ്. ഇന്ന് ഒരു പ്രതിസന്ധി ഒരു മകന് പറ്റുമ്പോൾ ആ മകന് വേണ്ടി കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ, ആ മകൻ്റെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാൻ, ഇന്ന് ആ മകനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ഒരു വൈദികൻ ഇല്ലാതാകുന്നു എന്നത് ഒരുപാട് കുടുംബങ്ങളുടെ വേദനയാണ്.
അപ്പോൾ നമ്മൾ ഈ വെറുതെ ധ്യാനിച്ച് കടന്നു പോവുക എന്നതല്ല, മറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്, അല്ലേ? ഒരുപാട് കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങളുടെ പ്രാർത്ഥനയിലാണ് പ്രിയപ്പെട്ടവരെ ഈ സഭ നിലനിൽക്കുന്നത്. ഒരിക്കൽ മിണ്ടാമടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, വായിച്ചതാണ്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും മിണ്ടാമടങ്ങളിലുള്ള സിസ്റ്റേഴ്സ് അവിടെ നിന്ന് പുറത്തു വരരുത്, അവരോട് പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ സഭ നിൽക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കൊരു ഭാഗ്യം കിട്ടി. ഒരിക്കൽ ഒരു മിണ്ടാമഠത്തിൽ അവർക്കൊരു ധ്യാനം കൊടുക്കാൻ വേണ്ടി പോകാൻ. ഞാൻ ഇച്ചിരി അല്പം റിസ്കോട് കൂടിയാണ് അത് ഏറ്റെടുത്തത്. കാരണം നമുക്കറിയാം, മിണ്ടാമഠത്തിൻ്റെ ഉള്ളിലൊന്നും പ്രവേശിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഞാൻ അവരെ ധ്യാനിപ്പിക്കും, ഞാൻ അവരെ കുമ്പസാരിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ നമുക്ക് ആവൃത്തിക്കുള്ളിൽ കയറാൻ പറ്റില്ല. ഒരു ഗ്രില്ലിൻ്റെ ഇപ്പുറത്ത് നിന്ന് അവർ വന്നിരിക്കും. ക്ലാസ്സിന് സമയമാകുമ്പോൾ ഞാൻ ചെല്ലും, ഞാൻ പറഞ്ഞു കൊടുക്കും. അവർക്ക് കൂടുതൽ സമയവും പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ പുറമേ ഒരു ഔട്ട് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. എന്നാൽ ഔട്ട് ഹൗസിൽ നിന്ന് അവരുടെ പാർലറിലേക്ക് ഒരു ഇടനാഴിയുണ്ട്. ആ പാർലറിൽ നിന്ന് നോക്കിയാൽ അവരുടെ പള്ളി കാണാം. എന്നാൽ സിസ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ദിവസം ഞാൻ 5 മണിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ അവിടെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പം എൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത് 6:30, 6:45 അപ്പോൾ ഞാൻ ഓർത്ത് ഇവർ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്, കൊള്ളാം, ഇവർ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നത്? എനിക്ക് ചോദിക്കാനും മടി. പിറ്റേ ദിവസം ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു. 4 മണിക്ക് എഴുന്നേറ്റപ്പോഴും ഞാൻ എഴുന്നേറ്റത് പ്രാർത്ഥിക്കാൻ പോകാനല്ല. ഈ 4 മണിക്ക് അവരെന്ത് ചെയ്യുമായിരിക്കും? 4 മണിക്ക് എഴുന്നേറ്റപ്പോഴും അവിടെ പ്രാർത്ഥന. ഞാൻ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റ് 3:30 അവരുടെ പ്രാർത്ഥന തുടങ്ങുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവരെന്തായി പ്രാർത്ഥിക്കുന്നത്? ഈ 3:30 തൊട്ട് ഈ 6 മണി വരെയൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പല പ്രാർത്ഥന ചെല്ലുന്നു. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, അവർ പ്രാർത്ഥിക്കുന്നത് മുഴുവനും പല തലത്തിലുള്ള സഭാ മക്കൾക്ക് വേണ്ടിയാണ്. കുടുംബങ്ങൾ, ദാമ്പത്യ ജീവിതം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ, ഇങ്ങനെ ഇവർ പ്രാർത്ഥിക്കുക, ഇവർ ദൈവത്തിന് നന്ദി പറയുക. നമ്മൾ ഇവരെ അറിയുന്നില്ല, ഇവർ നമ്മളെ അറിയുന്നില്ല, ഇവർക്ക് നമ്മളുമായിട്ട് ബന്ധമില്ല, നമുക്ക് ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം, അവർ പുരോഹിതർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്കവരെ പരിചയമില്ല. ഇപ്പം അവർക്ക് ഞാൻ കണ്ടത് കൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ ഓർക്കണം, അവർ രാവിലെ നമ്മളൊക്കെ കടന്നുറങ്ങുമ്പോൾ, നമ്മളൊക്കെ സുരക്ഷിതമായിട്ടിരിക്കുമ്പോൾ, അവരാരെയും കാണാതെ, അവർ ലോകത്തിൻ്റെ ഒരു സന്തോഷങ്ങളും അവരനുഭവിക്കാതെ അവർ പ്രാർത്ഥിക്കുക. സത്യം പറയട്ടെ, എനിക്ക് തോന്നിപ്പോയി, നമ്മളൊക്കെ ഇങ്ങനെ നടക്കാൻ കാരണം അവരാണ്, നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കാൻ കാരണം അവരാണ്. പ്രിയപ്പെട്ടവരെ, അപ്പം അവർ കാവലാവുകയാണ് നമുക്ക്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഞാനും സഭയെ കണ്ടെത്തണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയെ സ്നേഹിക്കാൻ. സഭയുടെ കുറവുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് കുറ്റപ്പെടുത്തലിൻ്റെ വിഷയമല്ല, അത് പ്രാർത്ഥനയുടെ വിഷയമായിട്ട് മാറണം. ഞാൻ TV-യിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സഭയുടെ ഒരു കുറവ് കാണുമ്പോൾ ആ കുറവ് അവിടെയുണ്ട്, അത് റിയാലിറ്റിയാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഞാനെന്ന കുടുംബനാഥന്, ഞാനെന്ന അമ്മയ്ക്ക്, ഞാനെന്ന അപ്പന് എന്ത് ചെയ്യാനുണ്ട്? എനിക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വൈദികൻ്റെ വീഴ്ച നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സമർപ്പിതയുടെ വീഴ്ച നമ്മൾ കേൾക്കുമ്പോൾ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, എന്നാൽ അത് സംഭവിച്ചു, നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഇതെന്തിനു വേണ്ടിയാണ്? യേശു എന്തിനാണ് വിളിക്കുന്നത്? യേശു അവൻ പോകാനിരുന്നിടങ്ങളിലേക്ക് അവൻ അവരെ അയച്ചു. അപ്പം നമ്മൾ ഓർക്കുക, ഒരു പൗരോഹിത്യമോ സന്യാസ ജീവിതമോ സഭയ്ക്ക് വേണ്ടിയോ ആ സന്യാസത്തിന് വേണ്ടിയോ അല്ല, അത് ദൈവജനത്തിന് വേണ്ടിയാണ്. ഓരോ ദൈവവിളിയും ദൈവജനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവവിളികൾ സംരക്ഷിക്കപ്പെടേണ്ടതും സഭ സംരക്ഷിക്കപ്പെടേണ്ടതും ദൈവജനത്തിൻ്റെ ആവശ്യവും നിർബന്ധവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നത്, അവരെ യേശുവിനോട് ചേർത്ത് നിർത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സഭ വിശുദ്ധ ഔസേപ്പിതാവിനെ തിരുസഭയുടെ കാവൽക്കാരനായിട്ട് നിർത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ,
എന്നെക്കൊണ്ട് ഞാൻ എങ്ങനെ സഭയെ സ്നേഹിക്കുന്നു, ഞാൻ എങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ എങ്ങനെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, ഞാൻ എങ്ങനെ സഭയോടൊപ്പം നിൽക്കുന്നു, ഇത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ആരാധനയിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഭ ഒരുപാടിടങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്നു, ഒരുപാടിടങ്ങളിൽ പ്രശ്നം അനുഭവിക്കുന്നു, ഒരുപാട് സഭാമക്കൾ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിൽക്കുന്നു. അതെല്ലാം നമ്മുടെ കൂടി വേദനയാണ്, അതെല്ലാം നമ്മുടെ കൂടി നൊമ്പരമാണ് എന്ന് മനസ്സിലാക്കാനും നമുക്ക് ചിലപ്പോൾ അവരോടൊപ്പം ആ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പറ്റില്ല. പക്ഷേ പ്രാർത്ഥിക്കണം നമ്മൾ. സഭ എവിടെയെല്ലാം ഒരുപക്ഷെ അവർ എവിടെയെല്ലാം വേദനിക്കുന്നുവോ ആ സ്ഥലങ്ങളെയും ആ സാഹചര്യങ്ങളെയും ആ പ്രശ്നത്തെയും നമ്മൾ ജപമാലയിൽ കുർബാനയോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഔസേപ്പിതാവിൽ നമുക്കും ഒരിടം കിട്ടും. നമ്മളും സഭയുടെ കാവൽക്കാരായിട്ട് സഭയെ സ്നേഹിക്കുന്നവരായിട്ട് മാറും. നമുക്കതിനു വേണ്ടി തുടർന്ന് വരുന്ന ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗീതങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മണിക്കൂറിൽ വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് വിശുദ്ധ ഔസേപ്പിതാവ് സഭയുടെ കാവൽക്കാരൻ എന്ന ചിന്തയിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സംരക്ഷിച്ചവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ക്രിസ്തുവിൻ്റെ സംരക്ഷണം
വിശുദ്ധ ഔസേപ്പിതാവിനെയാണ് പിതാവ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തിരുസഭയുടെ കാവൽക്കാരനായി വിശുദ്ധ ഔസേപ്പിതാവിനെ സഭ കാണുന്നതും വണങ്ങുന്നതും. സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് എന്ന്, ഇതാ ക്രിസ്തുവാണ് ശിരസ്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാണ് എന്ന് പ്രിയപ്പെട്ടവരെ വചനം ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സഭ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഈ സഭ നയിക്കപ്പെടുന്നത് യേശുവിനാലാണ്. ഇതാ ആരംഭത്തിലെ ഇല്ലാതാകാമായിരുന്നൊരു സഭ യേശുവിൻ്റെ പേരിൽ നിന്നതിൻ്റെ പേരിൽ, യേശുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ഇതാ അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ മുഴുവനും തടവറയിലാക്കുന്നു. തടവറയിലിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സഭ എന്ന് ചിലർ ചിന്തിച്ചു. അങ്ങനെ യേശുവിനെക്കുറിച്ച് പറഞ്ഞവരെ തടവറയിലാക്കി. യേശുവിനെക്കുറിച്ച് പറഞ്ഞവരെ തടവറയിലാക്കുമ്പോൾ അവരുടെ ചിന്ത ഇതാണ്: ഇവരെ പീഡിപ്പിച്ചാൽ, ഇവരെ തടവറയിലാക്കിയാൽ, ഇവരുടെ കഴുത്തു വെട്ടിയാൽ, ഇവരില്ലാതായാൽ തീരും സഭ. പ്രിയപ്പെട്ടവരെ, അവർ ചിന്തിക്കുന്നത് അവരായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ചിന്ത വച്ചാണ്. അതിനെ നയിക്കുന്നവർ തീർന്നു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനമില്ല. എന്നാൽ ആ ചിന്തയിൽ അവർ യേശുവിൻ്റെ സഭയെ നയിക്കുന്ന ശിഷ്യന്മാരെ തടവറയിലാക്കി. പക്ഷെ അവർക്ക് തെറ്റി. യേശുവിൻ്റെ സഭയെ നയിക്കുന്നത് ഈ കാണുന്ന നേതൃത്വമല്ല, ഈ കാണുന്നവരല്ല. യേശുവിൻ്റെ സഭയെ നയിക്കുന്നത് യേശു തന്നെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ നിസ്സഹായ അവസ്ഥയിൽ ആ തടവറയിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചു. അവിടെ ഒരു ദൈവത്തെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതാ തടവറ സ്വതന്ത്രമാകുന്നു, കയ്യിലെ വിലങ്ങുകൾ അഴിഞ്ഞു വീഴുന്നു. നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: ദൈവത്തെ ആരാധിച്ചു എന്നതിൻ്റെ പേരിൽ 3 യുവാക്കളെ രാജാവ് തീക്കുഴിയിലേക്ക് എറിയുമ്പോൾ ആ 3 യുവാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ യഹോവയെ ആരാധിക്കുകയുള്ളൂ, നീ നിർമ്മിച്ചൊരു വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല. ഇനി ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ശക്തിയുള്ളവനാണ്, നീ എറിയുന്ന ഏത് തീക്കുഴിയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കാൻ. ഇനി ഒരു പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങൾ രക്ഷിച്ചില്ല എങ്കിൽ കൂടി ഞങ്ങൾ നീ നിർമ്മിച്ച വിഗ്രഹത്തെയോ നീ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തെയോ ആരാധിക്കാൻ തയ്യാറല്ല. നമ്മൾ കാണും അവരുടെ ദൈവവിശ്വാസത്തിൽ നിന്ന് ഉറച്ചു നിന്നപ്പോൾ ആ രാജാവ് അവരെ 3 പേരെയും തീക്കുഴിയിലേക്ക് എറിയുന്നു. ആ തീക്കുഴിയിൽ കിടന്നവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അടുത്ത വചനം ഇതാണ്. രാജാവ് വന്ന് നോക്കുമ്പോൾ കാണുന്നു, ഇതാ തീക്കുഴിയിൽ 4ാമതൊരാള്. പ്രിയപ്പെട്ടവരെ, അതാണ് എവിടെ ദൈവമക്കൾ, എവിടെ സഭ, ഏത് പ്രതിസന്ധിയിലും സഭ ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങിയാൽ അവിടെ ദൈവം ഇറങ്ങും. ഏത് പ്രതിസന്ധിയിലും ഒരൊറ്റ കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ: ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ഒരുപക്ഷെ ഒരുപാട് പീഡനങ്ങൾ ഇന്ന് ആഭ്യന്തരമായും ഭാഗ്യമായും സഭ നേരിടുമ്പോൾ മറ്റേതൊരു കാലഘട്ടത്തെക്കാളും ഈ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു വർഷത്തിൽ നമ്മൾ നിൽക്കുന്നു. സഭയെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമായ ഒരു വർഷത്തിലൂടെ സഭ കടന്നു പോകുന്നു. കേരള സഭയും ഭാരത സഭയും അങ്ങേയറ്റം നിർണായകമായ ഒരു വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരൊറ്റ കാര്യം, അതാദ്യമ ശിഷ്യന്മാർ ചെയ്ത ഒരൊറ്റ കാര്യമേ നമുക്കുള്ളൂ: നമ്മൾ യേശുവിനെ ആരാധിക്കുക. ഉറപ്പായിട്ടും ഇതിൻ്റെ ഉത്തരം യേശുവിൽ നിന്ന് വരും എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മളെല്ലാവരും യേശുവിൽ ഒന്നാണ്. നമ്മൾ ഓരോരുത്തരും നീ ഏത് രൂപതയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് റീതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് രാജ്യത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, നീ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നീ നിമിഷം ആരാധിക്കുക. നീ ആയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്.
നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അതാണ് സഭ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിക്കാം. ദൈവമേ, ഈ കാലഘട്ടത്തിൽ എവിടെയെല്ലാം സഭ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവോ, എവിടെയെല്ലാം സഭ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുവോ, എവിടെയെല്ലാം സഭ പീഡിപ്പിക്കപ്പെടുന്നുവോ, അവിടെയെല്ലാം ഉള്ള മക്കളോട് ചേർന്ന് യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ആദ്യ സഭ വാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആദ്യ സഭ വാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അങ്ങ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അവർ അങ്ങയുടേതാണ്. പിതാവേ, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടരിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, നിൻ്റെ ഈ പ്രാർത്ഥനയോട് ചേർത്ത് യേശുവേ, നിൻ്റെ സഭയെ, നിൻ്റെ മണവാട്ടിയായ സഭയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത കർത്താവേ, അങ്ങനെയാണ് കർത്താവേ ഓരോ ബലിയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. തിരുസഭയെ കളങ്കമില്ലാത്തവളാക്കുവാൻ, തിരുസഭയെ കുറവില്ലാത്തവളാക്കുവാൻ, തിരുസഭയെ അങ്ങേയറ്റം പരിശുദ്ധയാക്കുവാൻ, തിരുസഭയെ അങ്ങേയറ്റം മഹത്വമുള്ളവളാക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത കർത്താവേ, അങ്ങനെയാണ് ഓരോ ബലിയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, ആ പ്രാർത്ഥന നീ കാണുന്നുണ്ട്, ആ ബലിയർപ്പണം നീ കാണുന്നുണ്ട്. യേശുവേ, നിന്നെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സഭ വഴിയാണ്, നിന്റെ പാപമോചനം ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സഭ വഴിയാണ്, നിന്നിൽ ഞങ്ങൾ അംഗമാകുന്നത് ഈ സഭയുടെ ജ്ഞാനസ്നാനം വഴിയാണ്, നിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ സഭ അർപ്പിക്കുന്ന ബലി വഴിയാണ്. യേശുവേ, നിന്റെ സഭയെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, നിന്റെ സഭയെ നിന്റെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആഭ്യന്തരമായ ഒരുപാട് കുറവുകളുണ്ട്. യേശുവേ,
നിന്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 12 ശിഷ്യന്മാർക്കിടയിൽ തർക്കമുണ്ടായിരുന്നല്ലോ കർത്താവേ. ആ 12 പേരുടെ ഇടയിൽ തർക്കമുണ്ടായിരുന്നല്ലോ കർത്താവേ. അങ്ങനെയാണെങ്കിൽ 12-ൽ 1 എന്ന് വെച്ച് യേശുവേ, തർക്കങ്ങൾ ഒരുപാട് സഭയിലുണ്ട്, ഭിന്നത ഒരുപാടുണ്ട് യേശുവേ. അതിൻ്റെ മേലെല്ലാം പരിശുദ്ധാത്മാവിനെ നീ അയച്ചിട്ടുമുണ്ട് യേശുവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ നിമിഷം സഭയെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകിച്ച് ഭാരത സഭയെ ഞങ്ങൾ സമർപ്പിക്കുന്നു, കേരള സഭയെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ലോകം മുഴുവനുമുള്ള സഭയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാർപ്പാപ്പയെ, കർദിനാൾമാരെ, മെത്രാന്മാരെ, വൈദികരെ, സമർപ്പിതരെ, അൽമായ ശുശ്രൂഷകളെ യേശുവേ, ഈ ശുശ്രൂഷകളെ തകർക്കാവുന്ന, ഈ ശുശ്രൂഷകളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരുപാട് സാധ്യതകൾ ഇന്ന് ലോകം മുഴുവനിലും വരുന്നു. എങ്ങനെയെങ്കിലും സുവിശേഷത്തെ തടയണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്ത യേശുവേ പലയിടങ്ങളിൽ നിന്ന് ശക്തിപ്പെടുന്നു. യേശുവേ, നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവേ, നിൻ്റെ കരങ്ങളിൽ സഭയെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം സഭമക്കൾ വേദനിക്കുന്നുണ്ടോ, യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി എവിടെയെല്ലാം വേദനിക്കുന്നുണ്ടോ, അവരെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ, അവിടെയെല്ലാം സമർപ്പിക്കുന്നു യേശുവേ. ഒരു സ്ഥലത്ത് സഭ വേദനിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചുരുങ്ങിയ മനസ്സിന് ഉടമകളാണ് ഞങ്ങൾ. അവർക്കത് സംഭവിച്ചു, ഞങ്ങൾക്ക് സംഭവിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചുരുങ്ങിയ മനസ്സ് മാറ്റി എവിടെയെല്ലാം സഭ വേദനിക്കുന്നുണ്ടോ, ഒരു പക്ഷേ കാർഷിക മേഖലയിൽ, മലയോര മേഖലകളിൽ സഭ ഇന്ന് വേദനിക്കുന്നുണ്ട്, തുറമുഖ മേഖലകളിൽ നിൽക്കുന്ന സഭ ഇന്ന് വേദനിക്കുന്നുണ്ട്. കർത്താവെ, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ട്. ഈ നിമിഷം എവിടെയെല്ലാം ഒരുപക്ഷെ ഇന്ന് കാർഷിക മേഖലയിൽ സഭയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു, ഒരുപാട് പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തുറമുഖ മേഖലയിലെ, കടൽ തീര മേഖലകളിൽ സഭയ്ക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടാകുന്നു. യേശുവെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു, എവിടെയെല്ലാം നിൻ്റെ മക്കളുണ്ടോ അവിടെയെല്ലാം സഭയുണ്ട്, എവിടെയെല്ലാം സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ക്രിസ്തു വേദനിക്കുന്നുണ്ട്. അതിനാൽ ഈ നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയെ, ഭാരത സഭയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക ഇടപെടൽ കടന്നു വരട്ടെ. പ്രത്യേകിച്ച് സഭയിലുള്ള എല്ലാ ഭിന്നതകളും മാറട്ടെ. ഡിവിഷൻ കൊണ്ടുവരുന്ന തിന്മയുടെ ശക്തി മാറട്ടെ. എളിമ കടന്നു വരട്ടെ. മറ്റൊരാളെ അംഗീകരിക്കുവാൻ, സ്നേഹിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, കുറവുകളെ ചേർത്ത് പിടിക്കുവാൻ കൃപ നൽകണമേ. നമുക്കൊരു നിമിഷം സഭയെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ആദിമസഭയിലെ ദാസന്മാർ വഴിയറിയാതെ വലഞ്ഞപ്പോൾ രക്തം ചിന്തി സാക്ഷികളാകാൻ ആത്മാവേകിയ കർത്താവേ. ആദിമസഭയിലെ ദാസന്മാർ വഴിയറിയാതെ വലഞ്ഞപ്പോൾ രക്തം ചിന്തി സാക്ഷികളാകാൻ ആത്മാവേകിയ കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിൻ നാമം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉത്തരവാദിത്വം തരുന്നുണ്ട്. നമുക്കറിയാം, എന്നെല്ലാം സഭ അസ്വസ്ഥപ്പെട്ടോ അന്നെല്ലാം സഭയിൽ ദൈവം ഒരുപാട് പേരെ ഉയർത്തിയിട്ടുണ്ട്. ഒരു സഭയുടെ, ഒരു ദേവാലയത്തിൻ്റെ വീഴ്ച കാണിച്ചുകൊണ്ട് രണ്ടാം ക്രിസ്തു എന്ന ഫ്രാൻസിസിനെ ഉയർത്തിയെങ്കിൽ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനെയും അമ്മ ത്രേസ്യയെയും പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് സഭയെ വിശുദ്ധീകരിക്കുവാൻ ദൈവം ഉയർത്തിയെങ്കിൽ, ഒരു മുറിക്കകത്തൊരു കട്ടിലിൽ രോഗിയായി കിടന്നുകൊണ്ട് സഭയെ വിശുദ്ധീകരിക്കുവാൻ അൽഫോൻസാമ്മ എന്നൊരു ജീവിതത്തെ ദൈവം നമ്മുടെ സഭയിൽ ഉയർത്തിയെങ്കിൽ, ഒരു മുറിക്കകത്തൊരു മഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് സഭയുടെ മുഴുവനും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാകാൻ കൊച്ചു ത്രേസ്യ എന്ന വിശുദ്ധയെ ദൈവം ഉയർത്തിയെങ്കിൽ, ഒരു മകൻ വഴിതെറ്റിപ്പോയപ്പോൾ
ഒരു മകൻ വഴിതെറ്റിപ്പോയപ്പോൾ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ച് ആ മകനെ വിശുദ്ധിയിലെത്തിച്ച് ആ മകനെ സഭ കണ്ട ഏറ്റവും വലിയ വേദപാരംഗതനാക്കാൻ മോണിക്ക എന്നൊരു അമ്മയെ ദൈവം ഉയർത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവം ഉയർത്തുന്നുണ്ട്. ഇന്നത്തെ സഭയുടെ വേദനകൾ, ഇന്നത്തെ സഭയുടെ കുറവുകൾ, ഇന്നത്തെ സഭയുടെ പ്രതിസന്ധികൾ, ഇന്നത്തെ സഭയുടെ പ്രശ്നങ്ങൾ, ഇന്നത്തെ സഭയുടെ പോരായ്മകളുമായി നമ്മൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കണം. നമ്മൾ പരിത്യാഗമെടുത്ത്, നമ്മൾ ഉപവാസമെടുത്ത്, നമ്മൾ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തി നമ്മൾ ദൈവസന്നിധി നിൽക്കണം. നമ്മൾ കാണും സഭ മാമോസ് സ്വീകരിച്ച പുതിയ സഭ ആരാണ്? പുതിയ സഭ ഇസ്രായേലാണ്. പുതിയ സഭ ഇസ്രായേലാണ്. നമ്മൾ ഓരോരുത്തരുമാണ് ഇസ്രായേൽ. നമ്മൾ ഓരോരുത്തരുമാണ് ഇസ്രായേൽ. ജ്ഞാനസ്നാനം സ്വീകരിച്ച് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് പുതിയ നിയമത്തിലെ ഇസ്രായേൽ. ഇസ്രായേൽ, പുതിയ നിയമത്തിലെ ഇസ്രായേൽ നമ്മളാണെങ്കിൽ, പഴയ നിയമത്തിലെ ഇസ്രായേൽ യുദ്ധമുഖത്ത് നിന്നപ്പോൾ പ്രിയപ്പെട്ടവരെ മോശ എന്താ ചെയ്തത്? വചനം പറയുന്നു, മോശ കൈകൾ ഉയർത്തിയപ്പോഴൊക്കെ ഇസ്രായേലിനായിരുന്നു വിജയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് അനേകം കുടുംബങ്ങളോട് പറയുന്നു, അനേകം സഹോദരിമാരോട് പറയുന്നു, അനേകം കുടുംബനാഥന്മാരോട് പറയുന്നു, നമ്മൾ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുക. ഈ കാലഘട്ടത്തിൽ സഭയുടെ വേദനകൾ നമ്മുടെ കുടുംബത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ കാണുക. നമ്മുടെ കുടുംബത്തിൻ്റെ ചില ചെറിയ ചെറിയ കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്ത് സഭയുടെ പ്രശ്നത്തെയും സഭയുടെ പ്രതികൂല സാഹചര്യത്തെയും കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിനോടൊപ്പം നമ്മൾ ഈ ദിവസത്തെ ധ്യാനിക്കുമ്പോൾ, വിശുദ്ധ ഔസേപ്പിതാവിനോടൊപ്പം നമ്മൾ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ, വളർത്തുപിതാവിൻ്റെ കരം പിടിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ നടക്കുമ്പോൾ, ഇതാ തിരുസഭ വിശുദ്ധ ഔസേപ്പിതാവിനെ കാണുന്നതും വണങ്ങുന്നതും തിരുസഭയുടെ കാവൽക്കാരനായിട്ടാണ്. ഈ നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ബിൽഡിംഗ്, ഇറ്റ് ഈസ് നോട്ട് എ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ഇറ്റ് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് എവിടെയെല്ലാം സഭ പീഡിപ്പിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം സഭ വേദനിക്കുന്നുവോ, എവിടെയെല്ലാം സഭ അസ്വസ്ഥപ്പെടുന്നുവോ, അവിടെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ കൃപ ഇറങ്ങട്ടെ. പ്രത്യേകിച്ച് ഒരുപാടിടങ്ങളിൽ ക്രിസ്തു വിശ്വാസത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് പ്രതി ഇതാ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നു. ക്രിസ്തു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാടിടങ്ങളെ തകർക്കാൻ പ്രിയപ്പെട്ടവരെ ചില നിഗൂഢ ശക്തികൾ ശ്രമിക്കുന്നു. ദൈവമേ, അതെല്ലാം നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. സഭയിലുള്ള ഡിവിഷനെ സമർപ്പിക്കുന്നു, സഭയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാറ്റേ, വിശുദ്ധ കാറ്റേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുവാൻ. വിശുദ്ധ കാറ്റേ, വിശുദ്ധ കാറ്റേ, ആത്മാവാൽ സ്നാനം നൽകിടുവാൻ. സിഹിയോൻ ശാലയായി മാറ്റിടണേ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന
അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേ പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.